അതെ, ഇന്ന് നമ്മൾ നിൽക്കണ നമ്മളെ ചീമേനിന്ന് ഒരു 4 കിലോമീറ്റർ അതുപോലെ പയ്യന്നൂരിന് ഒരു 14 കിലോമീറ്റർ മാറിയിട്ട് സ്വാമിമുക്ക് എന്ന സ്ഥലത്ത് ഇതാക്കണേ മെക്കാടൻ ടാറിങ്ങിനോട് ചേർന്ന് കിടക്കണ ഈ കാണുന്ന ഒരു 90 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാക്കണേ നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിര് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഫ്രണ്ടേജ് അതിര് നമുക്ക് ഏകദേശം ഫ്രണ്ടേജ് 40 മീറ്ററോളം നമുക്ക് പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട്. ഇങ്ങോട്ട് വണ്ടികൾ നോക്കുകയാണെങ്കിൽ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകണം കേട്ടോ. നമ്മളെ ഈ ഒരു പ്ലോട്ട് വരുന്ന നമുക്ക് ചീമേനി, ഈ റോഡ് ഇവിടുന്ന് വരുന്ന ചീമേനിന്ന് വരുന്ന റോഡാണ്. ചീമേനിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമുള്ളൂ ഇങ്ങോട്ട് എത്താൻ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്വാമിമുക്ക് അതുപോലെ പയ്യന്നൂർ പോണ റൂട്ടാണ്. സ്വാമിമുക്കിന് ഒരു 1 കിലോമീറ്റർ ദൂരം, അതുപോലെ പയ്യന്നൂർ എത്തണമെങ്കിൽ ഒരു 14 കിലോമീറ്റർ ദൂരം ഉള്ളത്. പിന്നെ നമുക്ക് NH66 വെറും 6 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന കാങ്കോൽ ആലപ്പറമ്പ് പഞ്ചായത്താണ്. അതുപോലെ താലൂക്ക് തളിപ്പറമ്പ് താലൂക്കിലും പെട്ട സ്ഥലമാണ് കേട്ടോ. മെക്കാടൻ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടാണ്. മൊത്തം 90 സെന്റ് സ്ഥലമാണ്. സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിര് എൻഡ് നമുക്ക് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് മൊത്തം 40 മീറ്റർ ഫ്രണ്ടേജ് അതിര് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയുള്ളതൊന്ന് മൊത്തത്തിൽ ഡീറ്റെയിൽ ഒന്ന് പോയൊക്കെ നമുക്ക് പോരെ. ഇനിയിപ്പോ കണക്ഷനൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പൊ കണക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ ആ സൈഡിലുണ്ട് കണക്ഷനൊക്കെ എടുക്കാൻ സൗകര്യമാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ ആണ്. ഇഷ്ടംപോലെ അടുത്തൊക്കെ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഇനിയിപ്പോ ബോർവെല്ലോ അല്ലെങ്കിൽ സാധാ കിണറൊക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അടുത്ത ആ ഭാഗത്തേക്കൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ബസ്സാക്കണ വരുന്നത് പയ്യന്നൂരിന് വരുന്ന ബസ്സാണ് കേട്ടോ. പയ്യന്നൂരിന് നേരെ ചീമേനി പോണ ബസ്സാണ് പോണത്. ഇഷ്ടം പോലെ ബസ് ഉണ്ട് ബസ് ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് സൗകര്യം എന്താ വെച്ചാല് ബസ്സൊക്കെ ഇറങ്ങി എന്താ പറയാ ബസ് ഓടുന്ന റൂട്ടില് അതേപോലെ വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലോട്ട് തന്നെയാണ് അല്ലെ. എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കണം നിങ്ങളുടെ റോട്ടുമേക്ക് ഇറങ്ങി നിൽക്കാൻ എളുപ്പമാണ്. പ്ലോട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയ റോട്ടുമെന്ന് നേരെ കയറിയ പ്ലോട്ടേക്ക്. ഇപ്പൊ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ അതിനും സൗകര്യമാണ്. ഇഷ്ടം പോലെ സ്കൂൾ ബസ്സും ഒക്കെ ഓടുന്ന നല്ല കിടിലൻ റോഡിന്റെ എന്താ പറയാ ചേർന്ന് കിടക്കുന്ന പ്ലോട്ട്. അത് NH എന്താ ഹൈവേയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ NH66 ഇനിയിപ്പോ നമ്മളെ ഒരു പ്ലോട്ട് എന്തിനൊക്കെ പറ്റാന്ന് വെച്ചാൽ വീട് വെച്ച് താമസിക്കാം. അതേമാറ്റി ഹൈവേനോട് ചേർന്ന് വീട് വെച്ച് താമസിക്കാം. അതുപോലെ ക്വാർട്ടേഴ്സുകൾ തുടങ്ങാം. ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റും. താഴെ ഒരു കട റൂമും കാര്യങ്ങളും, മേലെ ക്വാർട്ടേഴ്സുകളൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ തുടങ്ങാം. പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പോലെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് പോലെ അങ്ങനെയൊക്കെ തുടങ്ങാനൊക്കെ പറ്റുന്ന അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ഇതാകുന്ന ഇതേപോലെ ഗോഡൌണുകളോ എന്തെങ്കിലും സംഭവം ചെറിയ ചെറിയ ഗോഡൌണുകൾ അങ്ങനെയൊക്കെ തുടങ്ങാൻ പറ്റുന്ന ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തലവരണ് കാണുകയും ചെയ്യില്ലേ. അതെ, പിന്നെ വേണമെങ്കിൽ പ്ലോട്ടാക്കി തിരിക്കാനും പറ്റും. ഇനിയിപ്പോ ഈ സ്ഥലങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു 5 സെന്റോ 10 സെന്റോ 20 സെന്റോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്ലോട്ടുകളാക്കി മുറിച്ച് കൊടുക്കാനും പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ നമ്മളെ പ്ലോട്ടിന്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ നിങ്ങൾ കണ്ടോണ്ടിരിക്കണം. പറഞ്ഞ അങ്ങോട്ടുള്ള കേട്ടോ 4 ഭാഗത്തേക്കും കാണാം. നമുക്ക് ഈ ആ ഒരു സൈഡ് വീതി അങ്ങോട്ടുള്ള നിങ്ങൾ എത്രയാന്ന് പറഞ്ഞത്? ആ ഒരു ഭാഗത്തു നിന്നുള്ള നീളം തന്നെ 95 മീറ്റർ ആണ്. അതായത് അവർക്ക് ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് ബാക്ക് വരെയുള്ള നീളം കേട്ടോ ആ സൈഡ്. പിന്നെ ഫ്രണ്ടേജ് അതിന് നീളം 40 മീറ്റർ ഞാൻ കാണിച്ചു തന്നു. ബാക്ക് സൈഡിൽ പറമ്പിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ നമുക്കൊരു 38 മീറ്റർ നീളമാണ് വരുന്നത്. ഇപ്പൊ പറമ്പിൽ ഇതാക്കുന്നത് ആ മാർക്കുള്ള കുറച്ച് റബ്ബറുകളാണ് ഉള്ളത് കേട്ടോ. ഏകദേശം ഒരു 10-100ഓളം റബ്ബറുകളാണ് ഇപ്പൊ നമ്മൾ ഈ പറമ്പിൽ ഇപ്പൊ ഉള്ളത്. ടാപ്പിംഗ് പ്രായമായ മരങ്ങൾ ഇതാണ്. ഇതേപോലത്തെ റബ്ബർ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ വീടുകളൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ റബ്ബറിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ. ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് സ്കൂളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചീമേനിയിൽ സ്കൂളുകളുണ്ട്. ചീമേനിയിലൊക്കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചീമേനിക്കൊക്കെ വിടാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് ITA ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ചീമേനിയിലൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയാ ടൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എത്രയാന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് ഓണർ ചോദിക്കുന്ന വില 1,20,000 രൂപയാണ് പെർസെന്റിന് ചോദിക്കുന്ന വില. അപ്പൊ ആർക്കെല്ലാം എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലോട്ട് കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ പ്ലോട്ട് കാണാൻ അധികം ഇതൊന്നുമില്ലല്ലോ. ഒന്നും തെറ്റല്ല. നിങ്ങൾ ചീമേനിന്ന് ഇത് വരുമ്പോ 4 കിലോമീറ്ററോളം ഇങ്ങോട്ട് എത്താൻ. ചീമേനി പയ്യന്നൂർ റൂട്ടാണിത്. സ്വാമിമുക്ക് പറഞ്ഞ ഏകദേശം സ്വാമിമുക്കിക്ക് പോകാൻ 1 കിലോമീറ്റർ നടക്കാനുള്ള ദൂരത്തിൽ നമുക്ക് സ്വാമിമുക്ക് പറഞ്ഞ സ്ഥലത്തോട്ടെത്തും. പിന്നെ അടുത്ത ടൗൺ മാത്തിൽ എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്, പയ്യന്നൂർ ടൗൺ ഉണ്ട്. പയ്യന്നൂരിലോട്ട് 14 കിലോമീറ്ററും പോയി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു കിടിലം പ്ലോട്ടാണ്. ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ ചീമേനി പരിസരങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും അറിവിൽ ഏതെങ്കിലും ആരെങ്കിലും സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അല്ലേ? അതെ. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതിന് മുന്നേ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സ്ഥലങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.